നമ്മളെയൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാലേ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഓടും, അല്ലെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കും. എന്നാൽ ചെടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് ആഫ്രിക്കൻ സാവന്നകളിലെ അക്കേഷ്യ ചെടികൾക്ക് ഇത്തരത്തിലുള്ളൊരു കഴിവുണ്ട്. സാവന്നകൾ എന്ന് പറയുമ്പോൾ പുൽമേടുകളാണ്. ആഫ്രിക്കയിലെ പുൽമേടുകളാണ് സാവന്നകൾ. അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ അക്കേഷ്യ ചെടികളുണ്ട്. ആ അക്കേഷ്യ ചെടികളെ തിന്നാൻ വേണ്ടിയിട്ട് ജിറാഫുകൾ വരും. ജിറാഫിന് നല്ല ഹൈറ്റാണ്. അക്കേഷ്യ മരങ്ങളുടെ ഏറ്റവും മുകളിൽ നിന്ന് ഇതിന് കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിർത്തുന്നില്ല. അത് മൊത്തത്തിൽ ആ ചെടി നശിക്കുന്നത് വരെ അത് കഴിക്കും. അപ്പോൾ ആ ചെടി നശിച്ചു പോകുമല്ലോ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഈ ചെടിയെ കുറച്ചങ്ങ് കഴിച്ചു തുടങ്ങുമ്പോൾ ഈ ചെടികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ്, എത്തിലീൻ ഗ്യാസ് പുറപ്പെടുവിക്കും. ഈ എത്തിലീൻ ഗ്യാസ് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ അങ്ങ് വ്യാപിക്കുക മാത്രമല്ല, അതിനെ മറ്റ് അക്കേഷ്യ ചെടികൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. ഈ അക്കേഷ്യ ചെടികൾക്ക് അപ്പം മനസ്സിലാവും ഒരു അപകടം വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരുടെ പ്ലാന്റിൽ ഒരു കെമിക്കൽ, ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻ അവരുടെ ഇലകൾക്ക് കയ്പ്പ് രസം നൽകുകയും അതുപോലെ തന്നെ ഇത് അധികം ഭക്ഷിച്ചു കഴിഞ്ഞു വെച്ചാൽ ജിറാഫുകൾ അവർക്ക് അത് ഫുഡ് പോയ്സൺ ആവുകയും ചെയ്യും. അപ്പോൾ ജിറാഫുകൾക്ക് അതറിയാം, ഇത് അധികം ഇങ്ങനെ കയ്പ്പുള്ള ഇലകൾ അവർ ടച്ച് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജിറാഫുകൾ ഏകദേശം കുറേ കാലമായിട്ട് ഇങ്ങനെ അക്കേഷ്യൻ കാടുകളിൽ പുല്ല് മേഞ്ഞ് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ ഈ അക്കേഷ്യ ചെടികളെ മൊത്തമായിട്ട് കഴിക്കില്ല. എപ്പോഴും കുറച്ച് കുറച്ച് ഇലകൾ കഴിക്കും, എന്നിട്ട് അടുത്ത ചെടിയിലോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ഈ എത്തിലീൻ ഗ്യാസ് പുറപ്പെടുവിക്കില്ല. മറ്റ് ചെടികൾ ടാനിൻ എന്ന് പറയുന്ന ആ കെമിക്കൽ ഉണ്ടാക്കില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു സ്പീഷീസിനെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സെൽ സിഗ്നലിങ്ങിൻ്റെ ഒരു പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു സെൽ സിഗ്നലിങ്ങിൻ്റെ ഒരു കാര്യമാണിത്. അപ്പോൾ ചെടികൾക്കും ഇങ്ങനെ ആപത്തിനെ നേരിടാൻ അറിയാം.